സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് പുതിയ ചെയർമാനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച സാംസ്കാരിക വകുപ്പ്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതോടെയാണ് നീക്കങ്ങൾ സജീവമാകുന്നത്. രഞ്ജിത്തിന് പകരം പ്രേംകുമാർ ചുമതല ഏറ്റെടുത്തതോടെ നിലവിൽ വൈസ് ചെയർമാൻ സ്ഥാനവും ഒഴിഞ്ഞുകിടക്കുകയാണ്. 2022 ജനുവരിയിലാണ് രഞ്ജിത്ത് ചെയർമാനായിട്ടുള്ള നിലവിലെ ഭരണസമിതി ചലച്ചിത്ര അക്കാദമിയിൽ അധികാരത്തിൽ വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്നുണ്ടായ കൊടുങ്കാറ്റിൽ രഞ്ജിത്തിന്റെ സ്ഥാനം തെറിച്ചു. തുടർന്നാണ് വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത്. 3 വർഷത്തേക്കാണ് അക്കാദമി ഭരണസമിതിയുടെ കാലാവധി. ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ്. ജനുവരി മാസത്തിൽ കാലാവധി പൂർത്തിയായ ഭരണസമിതിയാണ് നിലവിൽ അക്കാദമിയെ നിയന്ത്രിക്കുന്നത്. വൈസ് ചെയർമാനായിട്ടാണ് എൻ്റെയൊക്കെ ഒരു നിയമനം. അത് 3 വർഷം ഇപ്പോൾ അതിൻ്റെ ഒരു കാലാവധി കഴിയുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെയർമാൻ്റെ ചുമതല നൽകി, അത് 6 മാസമായി. അതിൻ്റെ കാലാവധി അത് കഴിയുന്നതനുസരിച്ച് ഭരണസമിതിയും പുതിയ ചെയർമാനുമൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കും. കാലാവധി തീരുന്നതിന് മുൻപ് പ്രത്യേക ഉത്തരവിറക്കി അതത് സർക്കാരുകളുടെ ഭരണകാലത്തേക്ക് നിലവിലെ ഭരണസമിതിയെ നിലനിർത്തുന്നതാണ് കീഴ്വഴക്കം. എന്നാൽ ഇത്തവണ അതുണ്ടാകില്ലെന്നാണ് സൂചന. അങ്ങനെ പതിവൊന്നും നമുക്ക് പാലിക്കണമെന്നൊന്നുമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. അതിനകത്തൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. പുതിയ ചെയർമാനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സാംസ്കാരിക വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. രഞ്ജിത്തിന് പകരം പ്രേംകുമാറിനെ നിശ്ചയിച്ചതുപോലെ എളുപ്പമാകില്ല പുതിയ ചെയർമാനെ കണ്ടെത്തൽ. സിനിമാ കോൺക്ലേവ് അടക്കം നടക്കാനിരിക്കെ ചെയർമാൻ സ്ഥാനം ആരിലേക്ക് എത്തുമെന്നത് നിർണായകമാണ്. മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.